ഓണാല നേരത്തെ അല്ലേ? ഇപ്രാവശ്യം നേരത്തെയാണ് ജാനകി. ഓണത്തിന് പെൻഷൻ വേഗം കിട്ടുമ്പോ കിട്ടുമായിരിക്കും. കിട്ടിയാൽ നല്ല തന്നെ ജാനകി. നമ്മ ഓണത്തിന്റെ വിഷയം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം ഓണം നേരത്തെ അല്ലേ? ഇപ്രാവശ്യത്തെ ഓണം നേരത്തെ തന്നെ. ഓണത്തിന് മഴയായിട്ടുണ്ടാവും അപ്പ. അമ്മ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടമ്മേ. നാളാട്ടിന് ഇങ്ങനെ മീൻ കൊണ്ടുവന്നിട്ടൂല. ഒരു കക്കിരിക്കുണ്ട്, അതിനെ കൊണ്ട് പെരക്കാക്കാം അല്ലേ? പിന്നെ മാങ്ങിഞ്ചി കളിച്ചിട്ട് ഒരു ചമ്മന്തി വെക്കാം. ഇന്നോ ഇന്നോ ആക്കിയെന്ന ചായക്കുന്നല്ലേ? ജാനകി കുടിക്ക. വൃത്തി കഴിക്കുമ്പളെ അമ്മ നല്ല വൃത്തി കഴുകിന്. അമ്മ ഇത് നല്ല നാടൻ കക്കിരിക്കാന്നമ്മേ. നാരായട്ടന്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായതാണ്. ആരോ കൊണ്ട് കൊടുത്തതാണ് ഇത്. മുമ്പിലെല്ലാം എത്ര നാടൻ കക്കരിക്ക ഉണ്ടാകുന്നയാന്ന്. ഇപ്പൊ നടുന്നുണ്ടാരെങ്കിലും. അമ്മ നമ്മളെ ഈടെ ഒരു പ്രാവശ്യം നട്ടിട്ട് നവല് ചെറിയ കുഞ്ഞുണ്ട്. വൈകി ഉണ്ടായിരുന്നു, നശില്ല. എന്റെ അമ്മ എത്രയാ ഉണ്ടായിരുന്നല്ലേ? ഓണത്തിനുള്ള ഇത്ര നീളൂല്ലതാ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ഇപ്പൊ ഒന്നും നട്ടാലും ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഒന്നുമില്ലപ്പ. ഇങ്ങനത്തെ നാടൻ കക്കിരിക്ക പെരക്കലാക്കാൻ കൊള്ളൂലല്ലോ മേ. അമ്മ ഉണ്ടാക്കുന്ന അധികം ഇതിടൂലല്ല വളം. അതെ, കുഞ്ഞിക്കോറിനെല്ലാം നല്ലോണം നടുന്നുണ്ടാവും പറൂറ്. അതെ, അമ്മാവൻ കൊറേ നട്ടിട്ടുണ്ടാവും അല്ലേ? ആടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മക്ക് കിട്ടിട്ടില്ല കൊറേ. എത്ര കൊണ്ടു തന്നിനല്ലേ അമ്മേ? എത്രയാ കൊണ്ടുവന്നീ? അതെ, വെള്ളരിക്ക, കക്കിരി, പിന്നെ മത്തൻ എല്ലാം ഉണ്ടാവലുണ്ട്. അമ്മേന്റെ അനിയൻ പറൂറ് പൊയ്യക്കുണ്ടമ്മേ. പൊയ്യക്കുണ്ട് ഓ അതെ, ആ പൊയ്യക്കുണ്ടിലാണ് കോരമ്മാവൻ കേട്ടാ. പിന്നെ അമ്മായി എല്ലാരും കൊറേ ആളുണ്ടല്ലേ അവിടെ. അമ്മേന്റെ അനിയത്തിമാരുണ്ട്, അനിയന്മാരുണ്ട് രണ്ടാള്. അങ്ങനെ കൊറേ ആളുണ്ട് നമ്മക്ക്. അപ്പൊ കോരമ്മാമൻ പച്ചക്കറിയെല്ലാം നടലുണ്ട്. അപ്പൊ നമുക്ക് കൊണ്ടുതരലുണ്ട്, അമ്മക്ക് കൊണ്ടു കൊടുക്കലുണ്ട്. ഇപ്പൊ അമ്മാവന് കഴിയുന്നില്ല. എന്നാന്നമ്മ ഇക്കൊല്ലം നട്ടിനൊന്നും അറിയില്ലല്ലേ? അമ്മാവനുണ്ട് തല ചുറ്റലെല്ലാം. ആഴക്കടലിന്റെ അങ്ങേക്കരയില. എന്നാ കൂടി പരിപാടി എന്ന് പരിപാടി നിങ്ങൾക്കിപ്പൊ പോവാനായില്ലേ? ഒരു കക്കിരിക്കുണ്ട്, അതിനെ കൊണ്ട് ഒരു പെരക്കാക്കി തരാൻ. ഓ, നാരാട്ടന്റെ പീടിയെന്ന് വാങ്ങിയായിരിക്കും അല്ലേ? ഞാടെ കണ്ടിന് വരുമ്പോ ഉണ്ടായിട്ടില്ല. അപ്പൊ നീ വാങ്ങി വന്നീ അല്ലേ? ആ നാടൻ കക്കിരിക്ക ആയതുകൊണ്ടാ ഞാൻ വാങ്ങിന്. നാടൻ കക്കിരിക്കൊക്കെ നല്ല ചെലവല്ലേ? ഇതൊരു പെരക്കാക്ക വെച്ചിട്ട് വാങ്ങിയതാണ്. നിങ്ങൾ 2 കാന്താരി വെച്ചിട്ടുണ്ടെന്ന കുറച്ച് കാന്താരി വെച്ചിട്ടുണ്ട് താത്ത. അണങ്കാക്കിരിക്ക അങ്ങനെ പെരക്കലാക്കാൻ പറ്റൂലോ. എനിക്ക് കാന്താരി പഠിക്കണ. ഓ അച്ഛ, അതിന്റെ അടുക്ക് നിങ്ങന്നാ പറഞ്ഞിന്? കക്കരിക്ക, വെള്ളരിക്ക എല്ലാം ഉണ്ടാവും. പറങ്കിയിലെല്ലാം ഇങ്ങനെ കിടക്കുന്നേ. നല്ല പോയിട്ട് പറിച്ച് മട്ടത്തിൽ ഇട്ടിട്ട് കാട്ടിന്റെ ഉള്ളിലൊക്കെ ചാടും. ചാടി പോയിട്ട് എല്ലാരും കൂടെ തിന്നും. അടിച്ചു മാറും. അപ്പൊ അവര് കാണുകയും ചെയ്യില്ലേ? ആര് കാണുന്നേ? എല്ലാരും പോയിട്ടുണ്ടാവും. പറങ്കിന്ന് ഇടങ്ങി പോകും. പറങ്കിൽ എപ്പം നിക്കൂലല്ല. അന്നേരം നല്ല സഞ്ചാന്ന്. കാലീന ഇളക്കൂല, അത് തിന്നൂലേ? കാലീന ഇളക്കി മയക്കലാന്ന്. അന്നേരം അത് ഇത് തിന്നാൻ പറ്റുകയും ചെയ്യില്ല. പറങ്കിലൊക്കെ ഒന്നും കയറാൻ പറ്റൂല. ഓ, നിങ്ങൾ വിടൂല അല്ലേ? വേലി കെട്ടും. അതിന് 21 നമ്മ നിക്കണം. അതെല്ലേ? കാടിന്ന് പറഞ്ഞാല് ആ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് നരി ചാടി കയറുന്ന നമ്മ കാണൂല. അങ്ങനത്തെ കാടാണ്ടായി. ആ വനത്തിന്റെ ഉള്ളിലെ കൂടെ കാലിനും കൊണ്ട് പോകും. അങ്ങനെ 2-3 ആളുണ്ടാവും. ഈ നാരണപ്പാണില്ലേ? ഈ നാരണപ്പാണ് ചത്തുപോയേ. ശാന്തയിലുള്ള അച്ഛൻ. അയാളെ ഞാനും ഒറ്റക്കാന്നുണ്ടാല്. അയാൾക്കും ഉണ്ട് കൃഷ്ണപാളെ അവിടെ ഒരാളെ കാലി. നമ്മക്കും ഉണ്ട് തെക്കേ കരമലയും രാമളപ്പനും കോട്ടമൂത്തപ്പൻ എന്ന് പറഞ്ഞ അവർക്ക് 2 ഒരാളെയാണ്. ആട്ടനെ ഞാൻ വേറെ ഒന്നല്ല, ഒപ്പരം തന്നെ. പച്ചക്കളം എല്ലാം രാവിലെ പോയിക്കൊള്ളണം. വൈകുന്നേരം രാത്രി സന്ധ്യ ആവണം. മനുഷ്യനെ തിരിയുമ്പൊക്കെ അല്ലയിലെത്താൻ പാടുള്ളൂ കാലിനും കൊണ്ട്.
ആദ്യം വരെ കാലിനും കൊണ്ട് ഈ പറമ്പത്തൊന്നും വരാൻ പറ്റില്ല. അപ്പൊ കറക്കണ്ട കാലിയല്ലാന്നെങ്കിലോ? കറക്കണ്ട കാലിനെല്ലാം വന്നിട്ട് മാത്രം കറന്നിട്ട് പാല് വിൽക്കലൊന്നുമില്ല. ആ കിട്ടിയത് കറക്കും അത്രയും. കുഞ്ഞാളെന്നെ കുടിക്കും അല്ലേ? തൈരാക്കുന്നവര് തൈരാക്കിയിട്ട് മോരാക്കിയിട്ടും കുടിച്ചോളാന്നല്ലാണ്ട് ആർക്കും കൊടുക്കാനൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാവും ബൈക്കള്. അന്നേരം സൊസൈറ്റി ഒന്നും ഇല്ല? എരുമക്കാലി സൊസൈറ്റി ഒന്നും ഇല്ല അന്നേരം? പാല് കൊണ്ടുപോകുന്ന സൊസൈറ്റി ഒന്നും ഇല്ല? ഇല്ല അല്ലേ? എരുമക്കാലി ഉണ്ടല്ലോ, എരുമക്കാലിയാണ് കേക്കുന്ന കൊണ്ടുവരും മലക്കുന്നേ. നമ്മളെ പൊള്ളാളത്തെല്ലാം വലിയ കറക്ക കെട്ടിയിട്ടാണ്. അത് മോര് വേണ്ടുന്നവര് ലേശം ഒരു 2 ചേർക്ക് അരിയും വാരിയിട്ട് ഒരു പാനി എടുത്ത് പോയാൽ പാല് നിറച്ച് മോര് കൊടുക്കും. മറിച്ച് കളയുന്നതാണ്. അന്ന് ആർക്ക് വേണ്ടി മോരും വേണ്ട പാലും വേണ്ട. അമ്പലങ്ങളിലാറ്റാണ് പാല് കൊണ്ട് കൊടുക്കല്. വലിയ ഉത്സവം ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തോളാം. മറ്റന്ന് ആർക്കും വേണ്ട പാല്. കച്ചവടമൊന്നുമില്ല, കുറവാണ്. അന്ന് കച്ചവടക്കാർക്ക് തന്നെ പാല് വേണ്ടി. ചായപ്പീടി ഒന്നും ഉണ്ടാവില്ല? ചായപ്പീടി ഉണ്ട്. എന്ന് പറഞ്ഞാല് ഒരെണ്ണം കൊടുത്താൽ ചായ കുടിക്കുന്ന എടുക്കാൻ പൈസ കിട്ടല് പാലിന്. ഒരണയാണ് ഒരു ഗ്ലാസ് ചായക്ക്. ഒരെണ്ണൊക്കെ അടിക്കും. ഒരെണ്ണെന്ന് പറഞ്ഞാല് ഇന്നിപ്പം അരയണെല്ലാം പോയി. അതെന്ന് പറഞ്ഞാല് 1 മുക്കാല് 2 മുക്കാല് കാസ്. കാസ് എന്ന് പറഞ്ഞാൽ ചെറിയത്. തോട്ടയില്ലത് മുക്കാലുണ്ട്. തോട്ട മുക്കാല്. അന്ന് അതാണ്. അന്ന് അരയണ. അത് ഞാൻ എന്റെ കണ്ടങ്ങാളി അമ്മമ്മേന്റെ അടുത്ത മണ്ണുമൊക്കെ കണ്ടിരുന്നു. മുട്ടുമ്മൽ ഇങ്ങനെ വെച്ചിട്ട് വീട് വിളിക്കുമ്പോ. ഇന്നെല്ലാം പൈസയുടെ കണക്കായി. ഇന്നിപ്പോ 4 പൈസ. അന്ന് അതല്ല. ഇന്നിപ്പോ 10 റുപ്യ കൊടുത്താലാന്ന് ഒരു ഗ്ലാസ് ചായ കിട്ടത്. 10 അല്ല 15. ഒരു ഗ്ലാസ് ചായക്ക് 15 റുപ്യ. ഒരു കടിക്കോ 12 റുപ്യ. 15 മണിക്കുന്നുണ്ട്, 10 മണിക്കുന്നുണ്ട്, 12 വാങ്ങുന്നുണ്ട്. അന്ന് 10 റുപ്യ പോയിട്ട് 10 റുപ്യ ഉണ്ടെങ്കിൽ ഒരു കുളം ചായ കുടിക്കാം. 10 റുപ്യന്റെ വലിയ രാജാവായി അല്ലെന്ന്. വൈകുന്നേരം ഉണ്ടല്ല, ഞാൻ വേറെ ഇരുന്ന് പോയതിനു ശേഷം നമ്മളെ ഇവിടെ കൊളംബിയയിലേക്ക് വരും മത്സ്യം. കിടന്ന് ഏര്യത്തിലൊരു മാപ്പിള സന്ധ്യ കൂടി എത്തുമ്പോക്ക് നടന്നിട്ട് വരലാന്ന് പഴയങ്ങാടിന്ന്. ആ ഒരെണ്ണ കൊടുത്താല് ഒരു ചട്ടി മത്സ്യം വാരിക്കൊണ്ട് തരും. അത് അയാൾക്ക് കയ്യണ്ടേ ഇത് നടക്കണ്ടേ. അന്ന് ഈ തലപ്പുറത്തെ കൂടെ കെട്ടിട്ടാന്ന് വരല്. വണ്ടിയില്ല. ആ കാലം നല്ലത് അച്ഛൻ. അന്ന് നേരത്തെ ഇന്ന് മേടിച്ചാല് നാളെ വരെ കൂട്ടാ. ഒരെണ്ണ കൊടുത്താല്. അതിന്റെ ഇടയ്ക്ക് 250-300 റുപ്യക്കും മത്തി മേടിക്കുന്നല്ലേ? 1 കിലോ മത്തിക്കെന്നാ പറയുന്നറിയാം 400 റുപ്യ. 400. ഇതാരാ മേടിച്ചിട്ട് കൂട്ടണ്ട്? മാണിക്കിപ്പോ മാണിക്കാണ്ടതല്ലേ പൈസ. ഇന്നിപ്പം പൈസക്ക് വിലയില്ല. പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്ക്. നമ്മളെ പുറത്താൻ കൊടുക്കാൻ പൈസ ഇല്ലാണ്ടില്ലും. അന്നത്തെ കാലച്ച ഇത് ഇന്നത്തെ കാലം. ഇല്ലില്ല, എനക്കെന്നെ തിരിയുന്നില്ല. ഞാനിപ്പോ 2 ആഴ്ചയിലും കൂടി ചോദിക്കും പോകുമ്പോ നടക്ക് നാരാട്ടം ചോദിക്കുന്ന ഈലേ പോയ ആടെ എത്തൂലേന്നേ. ഞാൻ പറഞ്ഞു ഈലേ കൂടിയാ. അപ്പൊ കയ്യിലേ പോവാ. സ്റ്റാൻഡിലേക്ക് മുറിയ വഴി എനിക്ക് പെട്ടെന്ന് കിട്ടി. നമ്മള് നൂല് കൊണ്ട് പോകും വീടിന്ന്. നമ്മള് ഇല പോലെ ഇലയിലോട്ട് ഇപ്പത്തെ കൂടെ പോയിട്ട് അമ്പലത്തിന്റെ ഇല കൂടെ പോയിട്ട് നേരെ ആട്ടേക്ക് മുറി ചെയ്യുന്ന റോഡ് മേലേക്ക് എന്നാ ആട്ടേക്ക് ഇടാട്ടേക്ക് ആയി ആടെ നൂലും കൊണ്ടുപോകില്ലേ. പണ്ട് ഷോർട്ട് വഴിയാണ്, വേഗം എത്തും. ഇന്നത്തെ പോലെ ഇങ്ങനെ പോലല്ല. നേരെ റോഡ് ഇപ്പൊ റോഡ് ആക്കിയല്ല. ആ ഒരു വ്യത്യാസമുണ്ട്. പണ്ട് 1/2 മണിക്കൂർ കൊണ്ട് എത്തുന്നത് ഇപ്പൊ 2 മണിക്കൂർ വേണ്ടി വരും. ഇപ്പൊ നടന്നിട്ട് പോണെങ്കിൽ എത്ര പളയാണ്. അതെ, ഇപ്പൊ നടന്നിട്ട് പോണ. ഇപ്പൊ എത്ര പെട്ടെന്ന് 15 എത്തുന്നുണ്ട്. ഹൈവേ അല്ലേ അല്ലേ? നല്ല ഇതില്ലേ വണ്ടി പോകുന്നതല്ലേ? അന്നത്തെ കാലം ഇന്നത്തെ കാലം. ഇന്നാരാ നടക്കുന്നേ? അതെ, വീട് നാട്ടേക്ക് പറയുമ്പോ വണ്ടി പിടിക്കടാ പറയും. വണ്ടിക്കാരന് ഇന്ന് പൈസ വണ്ടിക്കാർക്ക് വണ്ടിയാറ്റം പഠിച്ചാ മതിയായിരുന്നല്ലേ?
അതിനാ നന്നെല്ലാം കാലല്ലേ പോയിപ്പാ. ഞാൻ വേഗം ആക്കട്ടെപ്പാ. ഏതാ മാങ്ങിഞ്ചി കാന്താരി കാന്താരി കുറച്ച് ഇല്ലേ മാങ്ങിഞ്ചി മതിയില്ലേ? നീ മുറിച്ചായിട്ടേ അച്ഛൻ വർത്താനം പറഞ്ഞിരുന്നാടേ സമയം അച്ഛന്റെ പുരാണം കിട്ടുക. അച്ഛൻ പറയുന്നു അച്ഛന്റെ കുട്ടിക്കാലത്തെ കഥയെല്ലാം പറഞ്ഞു പറയട്ടെ. ഞാൻ കേട്ടു. അച്ഛനോട് ഒരു ഇതല്ലേ അവനെ കേട്ടു. കക്കരിക്ക പെരക്കാക്കാൻ വേണ്ടിട്ട് തേങ്ങ അല്ലേ? തേങ്ങയും കാന്താരി കാന്താരി അത്ര ഇല്ലും അതുകൊണ്ട് പച്ചമുളക് കൂടാല്ലേ? കുറച്ച് കാന്താരിയാ നല്ലത്. അന്ന് നമുക്ക് കൊടുത്തു ഉപ്പിട്ടിട്ടാ മതി. അതി കൂടണ്ട, നീ സാധാരണ അരി ഇടല്. അപ്പൊ അമ്മ കക്കിരി ഉപ്പിട്ട് വരക്കുന്നുണ്ട്. ഇത് അരക്കാൻ കുറച്ച് വെള്ളമല്ല. അപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അല്ലേ? തൈര് ഇതിന് ഒഴിക്കാം അല്ലേ? കറക്കെടുത്തു. അപ്പൊ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മുടെ പെരക്കിന്റെ ഒന്നാം ഘട്ടമായി അല്ലേ? ഇനി വറുത്തിടാനില്ലേ? അങ്ങനെ ഇതിലേക്ക് വറുത്ത് വരാൻ പോകുന്നേ നമ്മുടെ കടുകും വറ്റൽമുളകും കറിവേപ്പില അല്ലേ? ഓക്കെ, കക്കിരിക്ക പെരക്ക അങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടേസ്റ്റ് അമ്മ നോക്കും ഫസ്റ്റ്. സുണമ്മ അല്ല തന്നെ എന്നാ പിന്നെ എനിക്കതിന് കുളിക്കണം, ചോറ് കഴിക്കണം, ഡ്യൂട്ടിക്ക് പോകണം. മറ്റേ ഇതാക്കുന്നില്ലേ? സമയമില്ലേ? അപ്പോൾ ഞാൻ എന്നാ മതി, സമയമില്ലെങ്കിൽ. ഇവരധികം ബുദ്ധിമുട്ടിക്കുന്ന മോശമല്ലേ? സമയമില്ല, അതാണ്. അപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായി കേട്ടാ. ഇനി കുറച്ച് ചോറും കഴിച്ചിട്ട് പോകണം. ഇന്ന് തറവാട്ടിൽ നിന്ന് അയക്കുന്നു. അമ്മ കുളിക്കാൻ പോയി ചെയ്യില്ലേ, അച്ഛനുണ്ട് അടുക്കല്ലേ. എന്നാ പിന്നെ വിളമ്പ്, സമയമില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി കക്കരിക്ക പെരക്ക്, നാടൻ പെരക്ക് മതി, കുറച്ച് മതി. അച്ഛൻ ചാറ് വെച്ച് കൊടുക്കുക പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ട് കേട്ടാ. ഇന്നത്തെ പുളിശ്ശേരി ഉണ്ട്. ഒരു കാന്താരി പൊരിക്കണേ നീ അതിൽ. അച്ഛൻ ഇപ്പോഴേ കഴിക്കുന്നില്ലല്ലോ? അച്ഛൻ ഇപ്പോഴേ കഴിക്കില്ല. 12 മണി ആയിട്ടു. ഞാൻ കഴിക്കാ ഇരുട്ട കാന്താരി. നമ്മുടെ കാന്താരി നേടാ, എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം. അച്ഛൻ നമുക്കൊന്നും എരിവ് അത്ര വേണ്ട. അതുകൊണ്ടാണ് ഞാൻ 2 കാന്താരി അധികം ഇട്ടതേ. കാന്താരിയുടെ എരിവ്, തൈരിൻ്റെ പുളിയും കക്കിരിക്കയുടെ രുചിയും എല്ലാം കൂടി ഒത്തിണങ്ങിയ നമ്മുടെ കക്കിരിക്ക പെരക്ക്. മാങ്ങിഞ്ചി ചമ്മന്തി ഉണ്ടാക്കിട്ടാ ക്യാൻസലാക്കി. സമയമില്ല. വൈകുന്നേരത്തേക്ക് ആക്കി തരാട്ടാ. നിർത്തി ചെമ്മീനിട്ടിച്ചേ എന്നാ പിന്നെ കഴിക്കട്ടോ. ആണ് ഊണെല്ലാം കഴിച്ചോട്ടാ. അപ്പം നേരെ ഡ്യൂട്ടിയിലേക്ക്, പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക്. അച്ഛൻ ഒന്ന് പോവാ. ഓക്കെ, മീനൊക്കെ കിട്ടുമ്പോ ആയിക്കോട്ടെ. മീൻ കിട്ടുമോ വാങ്ങാം.